നിങ്ങൾക്ക് തുടർച്ചയായി 4 മണിക്കൂർ പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാ വർക്കുകളും ഒരു സിറ്റിംഗിൽ തീർക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതും സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ക്ലാസ്സിലെ ടോപ്പർ ആകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ സാധിക്കും? ഒരു 20 മിനിറ്റ് ഡിസ്ട്രാക്റ്റഡ് ആകാതെ ഇരുന്ന് പഠിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളുടെ ബുക്ക് നിങ്ങളുടെ മുൻപിലുണ്ട്, നിങ്ങളുടെ ടീച്ചർ ക്ലാസ്സിൽ എന്തോ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് സംസാരിക്കുന്നു, ബട്ട് ദ ട്രൂത്ത് ഈസ് നിങ്ങൾ മാത്രം അവിടെ ഇല്ല. നിങ്ങൾ മറ്റെന്തോ ചിന്തിക്കുകയാണ്. നിങ്ങളുടെ ബോഡി മാത്രമാണ് ക്ലാസ്സിലുള്ളത്. യുവർ മൈൻഡ് ഈസ് നോട്ട് ദെയർ, ഇറ്റ്സ് ഗോൺ സംവെയർ എൽസ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങളുമായി റിലേറ്റബിൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. അടുത്ത കുറച്ച് നിമിഷങ്ങൾ ഉറപ്പായും നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ച് അത് വളരെ വലുതായിരിക്കും. അടുത്ത 5 മിനിറ്റിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആകില്ല. കൂടാതെ നിങ്ങളുടെ മൈൻഡിൽ ലേസർ ഫോക്കസ് എന്ന ടെക്നിക്ക് കൂടി ഡെവലപ്പ് ചെയ്തെടുക്കും. നിങ്ങളുടെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ലൈക്ക് ദ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, സ്ലീപ്പിനെസ്, എക്സാം ഫിയർ, പ്രൊക്രാസ്റ്റിനേഷൻ, അങ്ങനെ പലതും. ഒരു പക്ഷേ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട വളരെ ഹൈലി മോട്ടിവേറ്റഡ് ആയ സ്റ്റുഡൻസ് പോലും ഡെയിലി ബേസിസിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഡിസ്ട്രാക്ഷൻസ്. കണക്കുകൾ അനുസരിച്ച് പഠിക്കുന്ന സമയത്ത് ഒരു ഹ്യൂമൻ ബ്രെയിൻ 1 മണിക്കൂറിൽ 11 തവണ ഡിസ്ട്രാക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. ഈ ഡിസ്ട്രാക്ഷനുകൾക്ക് ഒരു ദിവസം നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വില നിങ്ങളുടെ 2 മണിക്കൂർ സമയമാണ്. ശരിക്കും ചിന്തിച്ചു നോക്കൂ, ഈ സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിച്ചാലോ? അങ്ങനെ നിങ്ങൾക്ക് സാധിച്ചാൽ മറ്റുള്ളവരെ കമ്പയർ ചെയ്താൽ 2 എക്സ്ട്രാ മണിക്കൂറുകളാണ് നിങ്ങൾക്ക് അധികം ലഭിക്കുക. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ചേഞ്ച് യുവർ റിസൾട്ട്സ്. പക്ഷേ അതെങ്ങനെ സാധിക്കും? സിമ്പിൾ. നമ്മൾ ഈ പ്രോബ്ലംസിനെ 2 ഡിഫറൻറ്റ് സ്റ്റെപ്പിൽ കൂടി സോൾവ് ചെയ്യും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഷോർട്ട് ടൈം സൊല്യൂഷൻസ് ആണ്. ഈ ഷോർട്ട് ടൈം സൊല്യൂഷൻസിനെ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വി നീഡ് ദ ലോങ് ടൈം സൊല്യൂഷൻസ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഷോർട്ട് ടൈം സൊല്യൂഷൻസ്. ജസ്റ്റ് ഇമാജിൻ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായി ഇനി പറയാൻ പോകുന്ന 5 സെറ്റ് ഓഫ് റൂൾസ് ഉപയോഗിച്ച് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിരുന്നു പഠിക്കാൻ സാധിക്കും. സോ ദിസ് മെത്തേഡ് ഈസ് കോൾഡ് അൾട്രാഡിയൻ സ്പ്രിംഗ് മെത്തേഡ്. ഇതിന് നിങ്ങൾ 90 മിനിറ്റ് മുതൽ 120 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിരുന്ന് ആഹാരം, വെള്ളം, ഇത് യാതൊന്നിനു വേണ്ടിയും നിങ്ങളുടെ സ്റ്റഡി സ്പേസിൽ നിന്നും എഴുന്നേൽക്കാതെ ആ ടൈം പീരീഡിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യുക. നിങ്ങളെ അലട്ടുന്ന ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസും ഇൻക്ലൂഡിംഗ് ഫോൺ കോൾസ്, ടെക്സ്റ്റ് മെസ്സേജസ്, എവറിത്തിങ്, കഴിയുമെങ്കിൽ ഫോൺ ഓഫ് ചെയ്ത് മറ്റെവിടെങ്കിലും ലോക്ക് ചെയ്ത് വെക്കുക. ഈ സ്പ്രിന്റ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാനായി നിങ്ങളുടെ മുൻപിൽ ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ മുൻപിൽ സെറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് വേണ്ടത് എല്ലാമായി കഴിഞ്ഞു. സ്റ്റഡി സ്പേസ്, ടൈമർ, ടാർഗറ്റ്, നോ ടാസ്ക് സ്വിച്ചിങ് ആൻഡ് നോ ഡിസ്ട്രാക്ഷൻ. അടുത്ത 3 മാസത്തേക്ക് തുടർച്ചയായി നിങ്ങൾ ദിവസവും 3 മുതൽ 4 തവണ ഈ പ്രോസസ്സ് മുടങ്ങാതെ ചെയ്താൽ നിങ്ങളൊരു ടോപ്പർ ആകുന്നതിൽ നിന്ന് നിങ്ങളെ ആർക്കും തടയാൻ സാധിക്കില്ല. പക്ഷെ സത്യത്തിൽ ഒരു നോർമൽ പേഴ്സണ് ഈ പ്രോസസ്സ് അത്ര ഈസി ആയിരിക്കില്ല. കാരണം അവർക്കൊരു 10 മിനിറ്റ് പോലും ഡിസ്ട്രാക്റ്റഡ് ആകാതെ തുടർച്ചയായിരുന്നു പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ. സോ അതിനായി നിങ്ങൾ തുടക്കത്തിൽ 25 മിനിറ്റ് വർക്ക് സ്പ്രിന്റ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് പതിയെ നിങ്ങൾക്കിരുന്ന് പഠിക്കാൻ സാധിക്കുന്ന സമയം ഓരോ ആഴ്ചയിലും കൂട്ടുക. ഇത് 90 മിനിറ്റ് എത്തുന്നത് വരെ തുടരുക. ജസ്റ്റ് നിങ്ങൾ കളിക്കുന്ന ഒരു വീഡിയോ ഗെയിം പോലെ കരുതി സ്ലോലി ഇൻക്രീസ് ദ ലെവൽ. പക്ഷേ ഇതൊരു ഷോർട്ട് ടൈം സൊല്യൂഷൻ മാത്രമാണ്, കാരണം ഇത് നമ്മുടെ ലോങ് ടൈം സൊല്യൂഷൻസിനെ സോൾവ് ചെയ്യുന്നില്ല. ലൈക്ക് ഡെവലപ്പിംഗ് ഡീപ് ഫോക്കസ്. അപ്പോൾ നമുക്ക് എങ്ങനെ നാച്ചുറലി ഡിസ്ട്രാക്റ്റഡ് ആകാതെ മണിക്കൂറുകളോളം ഇത് പഠിക്കാൻ സാധിക്കും? പല റിസർച്ചുകളും പറയുന്നത് ഇത് നമുക്ക് ശരിക്കുമുള്ള മോട്ടിവേഷനേക്കാൾ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി കണക്റ്റഡ് ആണ് എന്നാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലോങ് ടൈം സൊല്യൂഷൻസ്. നമ്പർ 1, യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രം കഴിക്കുക. പുറത്തുപോയി റാൻഡം സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നത് ഈ ഒരു ടൈമിൽ ഒഴിവാക്കുക. ഓൾവേസ് റിമെമ്പർ, വിത്തൗട്ട് എ ഹെൽത്തി ബോഡി യു കാൻ അച്ചീവ് എനിത്തിങ്. നമ്പർ 2, ഓൺ ദ ആംസ് ഓഫ് സ്ലീപ്പ് ഡിസ്ട്രാക്ഷൻ സറണ്ടേഴ്സ്. ഒരു ദിവസം 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക. കാരണം ഉറക്കം നമ്മുടെ മൈൻഡിനും ബോഡിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മൈൻഡും ബോഡിയും റിലാക്സ് ആകുന്നതും നമ്മുടെ മെമ്മറി ക്രമീകരിക്കപ്പെടുന്നതും നമ്മൾ ഉറങ്ങുമ്പോഴാണ്. സോ ഡോണ്ട് സ്കിപ്പ് യുവർ സ്ലീപ്പ് സൈക്കിൾ. നമ്പർ 3, മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഈസ് ദ കീ. ഒരു ദിവസം കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യണം എന്നാണ്. മെഡിറ്റേഷൻ ചെയ്യണം എന്ന് എല്ലാവരും പറയും, പക്ഷേ സത്യത്തിൽ ആരും അത് ഫോളോ ചെയ്യാറില്ല. സോ ഡോണ്ട് ഡു ദാറ്റ്. കൃത്യമായി മെഡിറ്റേഷൻ ചെയ്യും. യു വിൽ സീ ദ ഡിഫറൻസ്. നമ്പർ 4, ഇതല്പം ട്രിക്കി ആയിട്ടുള്ള ഒന്നാണ്. സേ നോ ടു എനി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഡ്യൂറിംഗ് യുവർ പ്രിപ്പറേഷൻ ടു ആൻ എക്സാം. കാരണം ഇത് നമ്മുടെ ടൈം മാനേജ്മെന്റിൽ ഉണ്ടാക്കുന്ന പ്രശ്നമല്ല, മറിച്ച് അതിലും അധികം നിങ്ങളുടെ ഇമോഷൻസിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാലാണ്. കാരണം നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മുടെ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു ടാസ്ക് വേഗത്തിൽ പൂർത്തിയാക്കണമെങ്കിൽ സ്ട്രാറ്റജിക്കലി നിങ്ങളുടെ ടൈം ആൻഡ് എനർജി ഇത് രണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്.
ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ദിവസം, ഒരാഴ്ച, ചിലപ്പോൾ ഒരു മാസം പോലും വേസ്റ്റ് ആയേക്കാം ഇഫ് എനിത്തിങ് ഗോസ് റോങ്സ് ഇൻ ദ റിലേഷൻഷിപ്പ്. നമ്പർ 5, ദ ഫൈനൽ വൺ. ഡോണ്ട് ഡു എനി ഹൈ ഡോപ്പമിൻ ആക്ടിവിറ്റി ലൈക്ക് സ്ക്രോളിംഗ് റീൽസ് ആൻഡ് വാച്ചിങ് അൺവാണ്ടഡ് കണ്ടന്റ്സ്. നിങ്ങളൊരു ഡോപ്പമിൻ ഡീറ്റോക്സ് ചലഞ്ച് ചെയ്താൽ നിങ്ങൾക്കിത് മനസ്സിലാകും. നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും, കാര്യങ്ങളിൽ കൂടുതൽ ഷാർപ്പ് ആകും, ടാസ്കുകൾ കൂടുതൽ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ ഒരു നെക്സ്റ്റ് ലെവൽ പേഴ്സണായി മാറും. സോ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. നിങ്ങൾ ഇത് മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ആൻഡ് ഓൾസോ റിമെമ്പർ, ജീവിതം ഒരിക്കലും ഒരു വീക്ക് ഹ്യൂമൻ ബീയിങ്ങിനെ ബെസ്റ്റ് ആക്കില്ല. സോ ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു ബി. ലെറ്റ്സ് ഗോ ടു ദ കൺക്ലൂഷൻ. നിങ്ങൾ ഈ പറഞ്ഞ ടൈമിനുള്ളിൽ ദിവസവും 3-4 തവണ അൾട്രേഡിയൻ സ്പ്രിന്റ്സ് 3 മാസത്തേക്ക് കണ്ടിന്യൂസ് ആയി 5 ലോങ് ടൈം ഹാബിറ്റ്സ് കൂടി ഉൾപ്പെടുത്തി ചെയ്താൽ യു വിൽ ബിക്കം എ നെക്സ്റ്റ് ലെവൽ ഹ്യൂമൻ ബീയിങ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു സിമ്പിൾ ടാസ്ക് തരാം. ഈ വീഡിയോയിൽ പറഞ്ഞ 5 ഹാബിറ്റ് ബിൽഡിംഗ് പോയിന്റ്സ് ഒരു പേപ്പറിൽ എടുത്ത് എഴുതി അത് നിങ്ങളുടെ ബെഡ്റൂം വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. കാരണം ദിവസവും ഇത് കാണുന്നത് ഈ ഹാബിറ്റുകളെ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. പോസ്റ്റ് ദ വീഡിയോ ആൻഡ് റൈറ്റ് ഡൗൺ ദ പോയിന്റ്സ്. ഓക്കെ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് യുവർ തോട്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.